പ്രിയമുള്ളവരെ, വിമല കോളേജ് മലയാള ഗവേഷണ വിഭാഗത്തിൻ്റെ പോഡ്കാസ്റ്റ് പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. യാത്രകൾ ആരാണ് ഇഷ്ടപ്പെടാത്തത്? യാത്രകളും അവ നൽകുന്ന വിചിത്രമായ അനുഭവങ്ങളും. അങ്ങനെയൊരു യാത്രാ അനുഭവമാണ് ഇന്നത്തെ പോഡ്കാസ്റ്റ്. ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് തൃശ്ശൂർ കോർപ്പറേഷൻ വൈദ്യുതി വിഭാഗം സീനിയർ സൂപ്രണ്ട് ശ്രീ KN രാമനുണ്ണി. നല്ലൊരു യാത്രികനും വായനക്കാരനുമായ ശ്രീ രാമനുണ്ണിയുടെ വാക്കുകൾ ശ്രദ്ധിക്കാം. 1992 ബാങ്ക് ഓഫ് ബറോഡയുടെ ഒരു ടെസ്റ്റിന് ഞാനും ഒരു സുഹൃത്തും കൂടി സൂററ്റിൽ പോയ ഒരു സംഭവമാണ് ഇവിടെ പറയണത്. 1992 ഡിസംബർ 5 ശനിയാഴ്ച ഞങ്ങൾ സൂററ്റിലെത്തി. ശനിയാഴ്ച തന്നെ ആ നഗരം കുറേശ്ശെയൊക്കെ കണ്ടു. പരീക്ഷാ കേന്ദ്രം സന്ദർശിച്ചു. 6-ാം തീയതി ഞായറാഴ്ചയായിരുന്നു പരീക്ഷ. അപ്പം ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗ്രന്ഥങ്ങളായിട്ടുള്ള എംപ്ലോയ്മെൻറ്റ് ന്യൂസ്, കോമ്പറ്റീഷൻ സക്സസ്, GK ടുഡേ ഇതൊക്കെ സ്വായത്താക്കണത് കാരണം പരീക്ഷയൊക്കെ വളരെ എളുപ്പമായിരുന്നു. 5 മിനിറ്റ് മുമ്പ് പരീക്ഷയ്ക്ക് തീർന്നു. ആ സമയത്തൊക്കെ പരീക്ഷ എഴുതുമ്പോഴും അതിന് ശേഷമൊക്കെ നഗരത്തിൽ വലിയ തിരക്ക് എപ്പോഴും കാണുന്നുണ്ട്. പലതരം ജാഥകളുണ്ട്, എന്തൊക്കെയോ ബഹളങ്ങൾ നടക്കണു. അതൊക്കെ ആ സിറ്റിയുടെ ഭാഗമായിരിക്കും എന്ന് ഞങ്ങൾ വിചാരിച്ചു. പരീക്ഷ എഴുതി പുറത്തിറങ്ങി. UP ക്ലാസ്സിൽ പണ്ട് പഠിച്ച വാർത്താലാബ് ഓർമ്മയിൽ നിന്ന് എടുത്ത് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു. അന്ന് തിരിച്ചു വരിക എന്നുള്ളത് സുസാധ്യമായിരുന്നില്ല. അപ്പോൾ ബോംബെയിലെ ബോറിവില്ലി ഈസ്റ്റിൽ സുഹൃത്ത് ശശിയുടെ ഒരു ബന്ധു ഉണ്ടായിരുന്നു. അപ്പോൾ എന്നാൽ അവിടേക്ക് പോകാമെന്ന് വിചാരിച്ചു. ട്രെയിനിൽ കയറി ഞങ്ങൾ കിടന്നുറങ്ങി. എപ്പോൾ എഴുന്നേറ്റ് നോക്കുമ്പോഴും ആ ട്രെയിൻ പിടിച്ചിട്ടിരിക്കുന്നതായിട്ട് ഞങ്ങൾ കണ്ടു. പക്ഷെ എന്താണെന്നൊന്നും കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അതെന്തായാലും ബോറിവില്ലിയിൽ ഇറങ്ങിയിട്ട് ഞങ്ങൾ പിറ്റേ ദിവസം പത്രം എടുത്ത് നോക്കിയപ്പോഴാണ് തലേ ദിവസത്തെ ജാഥകളും ബഹളങ്ങളും എന്തിനായിരുന്നു എന്ന് മനസ്സിലായത്. ട്രെയിനൊക്കെ ക്യാൻസലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ സയണെന്ന് ബസ് പുറപ്പെടുന്നുണ്ട് എന്ന് ആരോ പറയണ കേട്ടു. ട്രെയിൻ ഓടുന്നില്ലെങ്കിൽ ബസ് തന്നെ ശരണം, ഞങ്ങൾ സയൺ വരെ പോവാം എന്ന് വിചാരിച്ചു. സബർബൻ ട്രെയിനിലും നടന്നിട്ടുമൊക്കെ ആയിട്ട് സയണിൽ കയറി. ബസ്സുകളൊന്നും അവിടുന്ന് പുറപ്പെടുന്നുണ്ടായിരുന്നില്ല. എല്ലാം അവിടെ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. മടങ്ങി വരണ വഴിക്ക് ഞങ്ങൾ ഏതാണ്ട് ഒരു 100-150 മീറ്റർ അപ്പുറത്ത് ഒരു കാറ് അനവധി പേര് ചേർന്നിട്ട് ആക്രമിക്കണത് ഞങ്ങൾ കണ്ടു. ആദ്യമായിട്ട് ഭയം തോന്നി ബോംബെയിലെത്തിയപ്പോൾ. മാത്രല്ല അത് തീ കൊളുത്താനുള്ള ശ്രമമാണ്. ഞങ്ങൾ ഓടി. തൊട്ടടുത്ത് ഒരു ഷട്ടർ ഉണ്ടായിരുന്നു, അടച്ചിട്ടിരിക്കുകയായിരുന്നു ഏതോ റൂം. ആ ഷട്ടറിൽ ചാരിയിട്ട് ഒളിക്കാൻ നോക്കി. ഭയം വന്നിട്ട് ഞങ്ങൾക്ക് പരസ്പരം നോക്കാൻ പറ്റാതെയായി. ഏതാണ്ട് അവസാന നിമിഷങ്ങളാണ് എന്ന് ഞങ്ങൾ കണക്കാക്കിയിട്ട് ഒളിക്കാൻ വൃഥാശ്രമം നടത്തുകയാണ്. അവരിങ്ങനെ നടന്നടുക്കുക ആ സംഘം, അക്രമി സംഘം. പെട്ടെന്ന് ഈ ചാരി നിൽക്കുന്ന ഷട്ടർ അങ്ങോട്ട് തുറന്നിട്ട് ആരോ ഞങ്ങളെ അകത്തേക്ക് വലിച്ചിട്ടു. കൊല്ലാനാണെന്ന് ഞങ്ങൾ ഉറപ്പിച്ചു. നായ്ക്കളെ ചാവാൻ പൂതിയായിട്ടാ ഇങ്ങനെ മീച്ചു നോക്കണ് എന്നൊരാൾ ചോദിച്ചു. പതുക്കെ ആശ്വാസത്തിലേക്ക് കണ്ണ് തുറന്നപ്പോഴാണ് മനസ്സിലായത് അതൊരു ചായക്കടയായിരുന്നു. നിശബ്ദരായിട്ട് പലരും അവിടെ ഇരുന്ന് ചായ കുടിക്കുന്നുണ്ട്. ഞങ്ങൾക്കും കിട്ടി കുറച്ച് റവ ഉപ്പുമാവും 2 കട്ടൻ ചായയും. അങ്ങനെ അത് കുടിച്ച് കുറേ നേരം ആ ചായക്കടയിലിരുന്നു. എല്ലാ ബഹളങ്ങളും ഒതുങ്ങിയതിന് ശേഷം പതുക്കെ വീണ്ടും ബോറിവില്ലിയിലേക്ക് ഞങ്ങൾ നടന്നു. അടച്ച് ബന്ദോബസ്താക്കിയ ട്രെയിനിൽ 4 ദിവസത്തിന് ശേഷം നാട്ടിലേക്കും. വീണ്ടും പുതിയ പ്രഭാതം.